രാഹുൽ മങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ പാലക്കാട് MLA, അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആയി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തുന്ന വേളയിൽ ഇദ്ദേഹം ഇത്തരത്തിലൊരു പാലക്കാട് MLA ഇത്തരത്തിലൊരു സെക്ച്വൽ പെർവേർട്ടാണെന്നും ഒരു കൊടും ക്രിമിനൽ ആണെന്നും നല്ല ബോധ്യമുള്ള ആളുകളായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം. എന്നിട്ട് എനിക്കുള്ള നല്ല ഉറച്ച ബോധ്യത്തോടു കൂടി ഈ സംവാദത്തിനകത്ത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം MLA ആകുന്നതിന് മുൻപല്ല, ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആവുന്നതിന് തന്നെ എത്രയോ മുൻപ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ പരാതികൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സംസാരിക്കുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ എനിക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വനിത ഒരു പ്രവർത്തകയൊക്കെ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ ആവർത്തിച്ചു പാടി ആ പാട്ട് ഇവിടെ കുറെ പാടി തേങ്ങില്ല. ഹർഷോ, പാടിയതല്ലോ, ഇവിടെ ഒരു പരാതി പോലും ഇല്ലേ? മൂന്നാറിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണ് മൂന്നാറിലേക്ക് വിളിപ്പിച്ചത്? ഒരു മന്ത്രിയാണ് ഈ സ്ത്രീയെ മൂന്നാറിലേക്ക് വിളിപ്പിച്ചത്. അറിയില്ലേ? പൂച്ചക്കുട്ടി, നായിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് രാത്രി സംസാരിക്കുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.